ഹായ് ഓൾ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ 44 നദികളെക്കുറിച്ചാണ് രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ. രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ കടന്നു പോകുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? കേരള നെയിൽ, കേരള ഗംഗ. ഇവ രണ്ട് പേരുകളാണ് അറിയപ്പെടുന്നത്. ഉത്ഭവം ആനമല, തമിഴ്നാട്. പതനം അറബിക്കടലിൽ. ഉത്ഭവസ്ഥാനം ആനമല, തമിഴ്നാട്. പതനം അറബിക്കടൽ. തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് അമരാവതി. പേരുകൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുടെ പേരുകളാണ് പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ, നിള, പേരാർ. പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ, നിള, പേരാർ എന്നീ പേരുകളിലാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ചിറ്റൂർ ഭാരതപ്പുഴയെ വിളിക്കുന്ന പേരാണ് ശോകനാശിനിപ്പുഴ. വിളിച്ചതാരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. ഭാരതപ്പുഴയുടെ പഴയ പേരാണ് പേരാർ. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ ആരാണ്? എം.ടി. വാസുദേവൻ നായർ. ഭാരതപ്പുഴ കടന്നു പോകുന്ന ജില്ല ഏതാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ. ഒരു ഷോർട്ട് നോട്ട് പറഞ്ഞുതരാം. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ കുത്തി ഭാരതപ്പുഴയിൽ വീണു. അപ്പോൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ കുന്തി ഭാരതപ്പുഴയിൽ വീണു. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുനാവായ കേരള കലാമണ്ഡലം പ്രശസ്തമായ മാമാങ്കം നടക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചിതാഭസ്മം ഒഴുക്കിയത് എവിടെയാണ്? തിരുനാവായയിലാണ്. പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണയാണ് എവിടെയാണുള്ളത്? ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണുള്ളത് ഭാരതപ്പുഴയിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ ജന്മസ്ഥലം എവിടെയാണ്? കിള്ളിക്കുറിശിമംഗലം. ഭാരതപ്പുഴയുടെ തീരത്താണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം കിള്ളിക്കുറിശിമംഗലം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. സമൃദ്ധമായ അനേകം നദികളും ഉള്ളതാണ് പ്രകൃതിയുടെ കേരളം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.